ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പേര് മിഞ്ചു ബിജോയി, കാമാക്ഷി ഇടവകയിൽ നാം വരുന്നത്. ഞങ്ങളുടെ രണ്ടാമത്തെ ധ്യാനമാണ്. ഈ ധ്യാനത്തിന് ഞങ്ങൾ നിയോഗമായിട്ട് വെച്ചത് ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ചാണ് വന്നത്. ആദ്യമേ തന്നെ അത് മനസ്സിലാക്കാനായിട്ടുള്ള കൃപ ലഭിച്ചു. പിന്നെ ശാരീരികമായിട്ട് എനിക്കുണ്ടായിരുന്ന 2 ബുദ്ധിമുട്ടുകളാണ്. എൻ്റെ ഇടത്തെ കാല് മടക്കാനായിട്ട് മുട്ടുകുത്താൻ സാധിക്കും, പക്ഷെ വശങ്ങളിലേക്ക് മടക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. എനിക്ക് നിലത്തിരിക്കാൻ പ്രയാസമായിരുന്നു. കട്ടിലെ കിടന്നും തിരിഞ്ഞു കിടക്കണമെങ്കിൽ എഴുന്നേറ്റിട്ട് തിരിഞ്ഞു കിടക്കണമായിരുന്നു. അതുപോലെ തന്നെ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം അതിനെ വല്ലാതെ അലട്ടിയിരുന്നു. പക്ഷെ ഒരിക്കലും ഞാനത് പ്രാർത്ഥനാ നിയോഗമായിട്ട് വെച്ചിരുന്നില്ല. കാരണം അതൊരു ആസ്യൂഷൻ എനിക്കത് യൂസ്ഡ് ആയിരുന്നു. കാരണം 10-15 വർഷമായിട്ടുള്ള എൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബന്ധന പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, കുട്ടിക്ക് പ്രശ്നമുള്ള ഒരാൾക്ക്. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചില്ല. ബന്ധന പ്രാർത്ഥന കഴിഞ്ഞ് നിലത്തന്നെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ശമ്പളം കടഞ്ഞാണ് ഇരുന്നത്. അപ്പോഴെനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാൻ കുട്ടിയെ കൊണ്ടൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ നിലത്തിരിക്കുമ്പോൾ കാല് നീട്ടി വെച്ചാണ് ഇരുന്നത്. എനിക്ക് പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു ഇങ്ങനെ കാല് നീട്ടി വെച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് എനിക്ക് ശമ്പളം കടഞ്ഞ അവിടെ ഞാൻ ഇരിക്കുന്നെന്ന് വിചാരിച്ച് ബ്രദറോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, അടിവയറ് വേദനയുള്ള ആർക്കും ഒരു സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനു മുന്നേ കുഞ്ഞിന് 5 മാസമുള്ള കുഞ്ഞിന് ഭയത്തിന്റെ കെട്ടുപാടിൽ നിന്ന് മോചനം കിട്ടി. അത് കഴിഞ്ഞ ഉടനെ എന്റെ കാൽമുട്ടിന്റെ വന്നപ്പോൾ അത് ഞാൻ എനിക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അടുത്തത് ഇങ്ങനെ വയറുവേദനയുടെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചതെല്ലാം ഞാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്, ചിലപ്പോൾ വയറുവേദനയുടെ വേറെ ആരെങ്കിലും ഈ കൂട്ടത്തിൽ കാണും. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്റെ വേദന ആയിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ റൂമിലെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ ചെന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വീണ്ടും വരിക, ആ വയറുവേദന ഏത് തരത്തിലുള്ള വേദനയായിരിക്കും ബ്രദർ ഉദ്ദേശിച്ചത്? എന്റെ തന്നെയാണ്. കാരണം എനിക്ക് അന്ന് രാവിലെ തൊട്ട് വയറുവേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് വയറുവേദന ഇല്ല, പക്ഷെ ഇത് ഗ്യാസ് ട്രബിളിന്റെ വേദനയാണല്ലോ, ഇടയ്ക്ക് പോവുകയും വരികയും ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഈ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഇടിമിന്നൽ പോലെ ഈ വേദന എന്റെ വയറ്റിലേക്ക് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായത് എനിക്ക് തന്നെയാണ് വന്നത്, എനിക്ക് സാക്ഷ്യപ്പെടുത്തണം. വീണ്ടും രാത്രിയിലെ ആരാധനയുടെ സമയത്ത് ബ്രദർ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞു, വയറ് കമ്പിച്ചിരിക്കുന്ന വയറുവേദന. അപ്പൊ ഞാൻ സാധാരണ കടലയോ വൻപയറോ ഒന്നും കഴിക്കാറില്ല, ഒരുവിധപ്പെട്ട ആഹാരങ്ങളൊന്നും കഴിക്കുന്നില്ല. കാരണം എന്ത് കഴിച്ചാലും പ്രശ്നമാണ്. ഇങ്ങനെ കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല, യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ കടല കഴിച്ചു, ഇത് രാവിലെ കടല കഴിച്ചു, ഇതിലെ വൻപയർ കഴിച്ചു, നിലവിൽ ഒരു പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഈശോ അപ്പൊ എന്റെ ഒരു പ്രാർത്ഥനാശയം അല്ലാതിരുന്നിട്ട് പോലും എനിക്ക് ഈശോ സൗഖ്യം നൽകി. ആദ്യത്തെ ധ്യാനം കൂടാൻ വന്നു, വളരെ മനപ്രയാസത്തോടെ വന്നു. അത് കാരണം ആ ധ്യാനത്തിന് മുൻപും ശേഷവും എന്നുള്ള രീതിയിൽ 2 ജീവിതം മാറ്റപ്പെട്ടു ശരിക്കും. അതിന് മുന്നും ഇതിന് ശേഷമുള്ള രീതിയിൽ ഞങ്ങളുടെ ജീവിതം ഈശോ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ചെറിയ കാര്യങ്ങളിൽ തൊട്ടാണ്, വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, തീരെ നിസ്സാരം തോന്നുന്ന കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ഇത്രയും അനുഗ്രഹം ആ ധ്യാനത്തിൽ നിന്ന് ലഭിച്ചു. അന്ന് പോകുമ്പോൾ ഇത്രയൊന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ വചനം വായിക്കാനായിട്ട് അപ്പൊ വളരെ പ്രയാസപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന ആത്മീയ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മാറി എന്നുള്ളതാണ്. വചനം വായിക്കാൻ വലിയ അഭിഷേകം കിട്ടി. വചനം ഓരോ സമയത്തും ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും വചനം ഇങ്ങനെ മനസ്സിൽ വരും. പിന്നെ ചില ഞങ്ങൾ കുടുംബമായിട്ട് വന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുമക്കളായിരിക്കും ഇടപെടുന്നത്. അമ്മ അന്ന് ബ്രദർ അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു ഇടപെടൽ പരസ്പരം ഇങ്ങനെ താങ്ങാകാനായിട്ട് പറ്റുകയാണ്. അപ്പൊ ഇതിന് തന്നെ പിന്നെ അന്ന് വരാനായിട്ട് ഞങ്ങൾക്ക് ഒരു ധൈര്യം തന്നത് ഇവിടെ ധ്യാനം കൂടി സിജോചേട്ടനാണ്. സിജോചേട്ടൻ എൻ്റെ ഒരു പേരല്ല, ഞാനൊരു ടീച്ചറാണ്. അപ്പൊ കുട്ടിയുടെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും സിജോചേട്ടൻ പറഞ്ഞിട്ടില്ല. സിജോചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വരികയും ധ്യാനത്തിന് ഞങ്ങൾ 2 തവണ ബുക്ക് ചെയ്തു. അന്നേരം 2 തവണയും ജീവിത പങ്കാളി തന്നെ വരാനാണ് തീരുമാനിച്ചത്. പക്ഷെ ആ 2 തവണയും വരാൻ പറ്റിയില്ല. 3ാമത്തെ തവണ കുഞ്ഞിന് 2 മാസം കഴിഞ്ഞു. കുഞ്ഞിനെയും കുട്ടി ഞങ്ങൾ എല്ലാവരും കൂടി വരാനാണ് ഈശോ ആഗ്രഹിച്ചതെന്ന് മനസ്സിലായി. അപ്പോഴൊക്കെ സിജോചേട്ടനോട് ഞാൻ ചോദിച്ചു, സിജോചേട്ടൻ കൊച്ചു കുഞ്ഞാണ്, അതോടൊക്കെ വഴക്കുണ്ടാക്കി മറ്റുള്ളവർക്ക് പോലും ഇത് ധൈര്യമായിട്ട് പോലെ അവിടെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞു ഒരു വഴക്കുണ്ടാക്കില്ല. ആ 2 മാസം ഒരു രാത്രികളിൽ ഉറക്കമില്ലാതെ ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഇരുന്നതാണ്. രാത്രി ഇങ്ങനെ നടക്കും. അപ്പൊ ഞാൻ പറയും, ഇതിനോട് നടത്താൻ ഇപ്പം അങ്ങ് ഇസ്രായേലിൽ ചെന്നേരം ഞാൻ തമാശിക്കുകയാണ്. അതുപോലെ ഉറങ്ങാത്ത കുട്ടിയെ കൊണ്ട് ഞാൻ ധ്യാനത്തിന് വന്നിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുഞ്ഞിനെ ഉറങ്ങി, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളരെ ശാന്തനായിട്ടുള്ള ഒരു കുഞ്ഞായിട്ട് പറയും. ഞങ്ങൾ ഇപ്പൊ പ്രതീക്ഷ എത്ര ഞങ്ങളെ അനുഗ്രഹിക്കുന്നത്, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു വരിക. അവനെ അങ്ങനെ എവിടെ നിന്നും ഉറങ്ങിക്കൂടും, എഴുന്നേറ്റ് കഴിഞ്ഞ ഭക്ഷണം കൊടുക്കുക, പാല് കൊടുക്കുക. പിന്നെ അങ്ങനെ ശാന്തനായിട്ടുള്ള ഒരു കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് അതിനുശേഷം ഇങ്ങനെ ക്രമീകരിച്ചു. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം വചനം വായിക്കാനായിട്ട്. അതുപോലെ പിന്നെ ഞങ്ങളുടെ ജീവിതത്തില് മാനുഷികമായിട്ട് നടക്കുകയെന്ന് വിചാരിച്ചൊരു കാര്യം, ഒരു വലിയൊരു പ്രതിസന്ധി ഞങ്ങൾക്ക് വന്നു. അപ്പൊ 2ാമത്തെ ധ്യാനത്തിൽ ഞങ്ങൾ ഇതുപോലെ ഞായറാഴ്ച മാത്രം വന്നപ്പോൾ ആ ഒരു വിഷമമായിട്ടാണ് വരുന്നത് മനസ്സിൽ. അപ്പൊ ഞങ്ങൾ ബ്രദറിനോട് പറഞ്ഞൊന്നുമില്ല. ബ്രദർ കണ്ടത് ഇങ്ങോട്ട് ചോദിച്ചു, ഇന്ന കാര്യത്തിൽ വിഷമിച്ചാലോ? അതെ. എന്നിട്ട് അതിനൊന്നും അന്നേരം ഒന്നും പറഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ബ്രദറിനെ വിളിച്ചു, ബ്രദറെ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ബ്രദർ എടുത്തു പറഞ്ഞു, 9 ദിവസം വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുക. 9 വിശ്വാസ പ്രമാണം. അപ്പൊ ഞങ്ങളുടെ ജീവിത പങ്കാളി 9 ദിവസം വിശ്വാസ പ്രമാണം കൈവിരിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം നിർത്തിയില്ല, മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു മാനുഷിക ഇടപെടലും ഇല്ലാതെ അത്
പ്രാർത്ഥന ഈശോ ഞങ്ങൾക്ക് പരിഹാരം തന്നു. വളരെ അത്ഭുതകരമായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല, ഈശോ നേരിട്ട് ഇടപെട്ടതിന് ഞങ്ങൾക്ക് അതിന് പരിഹാരം തന്നു. അപ്പൊ ഇതെല്ലാം ഞങ്ങളെ ഈ വിശ്വാസം ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവരുടെ കുടുംബവും അത്യധികം സന്തോഷിച്ചു. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. അപ്പൊ അതിനു മുന്നേ വരെ നാമമാത്ര ക്രിസ്ത്യാനി ആയിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് തിരിച്ചറിവ് ലഭിക്കുകയാണ് ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ ആരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ പോയി കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ വെറും ഒരു നാമമാത്ര ക്രിസ്ത്യാനി ആയിരുന്നു ആദ്യത്തെ ധ്യാനത്തിലൂടെ മനസ്സിലായി. അപ്പൊ അതൊട്ടും നഷ്ടപ്പെടുത്താതെ പിന്നെ കുടുംബമായിട്ട് വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് സാക്ഷ്യമായി തീരണം. അത് ആ സാക്ഷ്യം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു ധ്യാനത്തിന് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ചിന്ത വരും, ഈ ഒരു ധ്യാനം കൂടി തരണം, പെട്ടെന്ന് അടുത്ത ധ്യാനത്തിന് പോകുന്നത്. അപ്പൊ ഈ ധ്യാനം ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല, ഈശോ ഞങ്ങളെ കൊണ്ടുവരികയാണ് ചെയ്തത്. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പറയുകയാണ്, ആദ്യത്തെ ധ്യാനത്തില് എന്ത് ആവശ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, ആ സമയത്ത് ഞാൻ കേട്ടതെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഈ ധ്യാനത്തിന് എൻറ്റയർലി ഡിഫറെന്റ്. ആ ടോക്കുകളൊന്നുമല്ല, അന്ന് കേട്ട കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ഇത്തവണ ഏത് കാര്യമാണ് അപ്പസ്തോലന്മാരെ പ്രസംഗിച്ചപ്പോൾ അവര് വിവിധ ഭാഷകളിൽ ആൾക്കാർക്ക് മനസ്സിലായി പറഞ്ഞതുപോലെ എന്റെ മനോവിഷമം എന്താണ്, ഞാൻ എന്താണ് ആഗ്രഹിച്ചു വരുന്നത്, അതായിരുന്നു എനിക്ക് ഈ ധ്യാനത്തിൽ എഴുതിയപ്പോൾ നമ്മൾ കൂടെ ധ്യാനം കൂടുന്നതിന്റെ ഒരു പ്രാധാന്യവും അതിനെക്കുറിച്ച് ഒന്നും വിചാരിക്കേണ്ട എന്നുള്ളൊരു വലിയ പ്രാധാന്യവും ബോധ്യവും വിശ്വാസവും ഇത് മാത്രമാണ് പറയാനായിട്ടുള്ളത്. ഈശോയ്ക്ക് ഒരായിരം നന്ദി.